ആർ ബി മെറിറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫിയിലെ സെക്കൻഡ് പാർട്ടായ ദി സിഗ്നേച്ചർ ഓഫ് ടൈം, കാലത്തിൻ്റെ കയ്യൊപ്പുകൾ എന്ന് പറയപ്പെടുന്ന ചാപ്റ്ററാണ് ഡിസ്കഷൻ നടത്തുന്നത്. പാഠഭാഗം ഓപ്പൺ ചെയ്യുന്ന സമയം നമുക്ക് കുറച്ച് വേൾഡ് മാപ്പിൻ്റെ പിക്ചേഴ്സുകളാണ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഭൗമ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ സാമൂഹ്യ ശാസ്ത്ര ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഭൗമ പ്രതിഭാസങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പ്രദർശനം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രദർശനത്തിനെത്തിയ ചിത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില ചിത്രങ്ങളെയാണ് നമ്മളിനി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നത്. ഫസ്റ്റായിട്ട് ഫിഗർ 2.1 ഒന്ന് ഒബ്സർവ് ചെയ്യാം. സോൺസ് ഓഫ് സവർ എർത്ത്, അതായത് ശക്തമായ ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന മേഖലകളെയാണ് ഈ ഒരു ഫിഗറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കെങ്ങനെ മനസ്സിലാക്കാം? നോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. റെഡ് ഡോട്ട്സ് ഇൻഡിക്കേറ്റ് എർത്ത് ക്വൈക്ക് സോൺസ്, ചുവന്ന കുത്തുകൾ ഭൂകമ്പങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ ഒബ്സർവ് നൗ 2.2 വോൾക്കാനിയോസ് സോൺസ്. റെഡ് ഡോട്ട് ഇൻഡിക്കേറ്റ് വോൾക്കാനിയോസ്. ഈ ഒരു ഫിഗറിൽ അഗ്നിപർവ്വത മേഖലകളെയാണ്, വോൾക്കാനിയോസ് ആയിട്ടുള്ള സോൺസുകളെയാണ് നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ചുവന്ന കുത്തുകൾ അഗ്നിപർവ്വതങ്ങളെയാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ 2.3 മേജർ മൗണ്ടെയിൻ റെയിൻസ്, പ്രധാന പർവ്വത പ്രദേശങ്ങളെ, പർവ്വത നിരകളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യെല്ലോ ഡോട്ട് ഇൻഡിക്കേറ്റ് മേജർ മൗണ്ടെയിൻ റെയിൻസ്, അതായത് മഞ്ഞ നിറം നൽകിയിട്ടുള്ള പ്രദേശങ്ങൾ, പർവ്വതങ്ങളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ 3 ചിത്രങ്ങളിലും വ്യത്യസ്ത ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ചാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതായത് എർത്ത് ഫെനോമീനിയെ കണക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ എർത്ത് ക്വൈക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, വോൾക്കാനോസ് ഉള്ള സോൺസ് മനസ്സിലാക്കി, മേജർ മൗണ്ടെയിൻ റെയിൻസ് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് എന്നുള്ളത് ഒരു യെല്ലോ ഷാഡോയുടെ അല്ലെങ്കിൽ യെല്ലോ കളറിൻ്റെ സഹായത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ ക്യാൻ യു മാർക്ക് ദി ഇൻഫോർമേഷൻ ഇൻ ഈച്ച് ഓഫ് ദി എബോ മാപ്പ് ഇൻ എ സിംഗിൾ മാപ്പ് to use different colors or symbols for each type of feature. You can use the following map figure 2.4 for this purpose. ഇവിടെ ഈ 3 ഭൂപടങ്ങളെയും വിവരങ്ങൾ ഒറ്റ ഒരു ഭൂപടത്തിലാക്കിക്കൊണ്ട് രേഖപ്പെടുത്താൻ കഴിയുമോ, രേഖപ്പെടുത്താമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത്. ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന ഇമേജ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഓരോ ഭൂപടത്തിലെയും വിവരങ്ങൾ വ്യത്യസ്ത നിറങ്ങളോ ചിഹ്നങ്ങളോ കൊടുത്തുകൊണ്ട് ഈ ഒരു ഭൂപടം പൂർത്തീകരിക്കാനാണ്, ഈ ഒരു ആക്ടിവിറ്റി പൂർത്തീകരിക്കാനാണ് തന്നിരിക്കുന്നത്. ഇതിനായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഭൂപട മേഖല നിങ്ങളടുത്ത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതാണ് സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം പ്രവർത്തനമൊക്കെ ചെയ്തു തീരുമ്പോൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്ന നിഗമനങ്ങൾ എന്തെല്ലാമാണ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചോദിക്കുന്നുണ്ട്. 4 പോയിൻറ്റ്സ് കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി ഇങ്ങടുത്ത് പറഞ്ഞിട്ടുണ്ട്. വേറെയും പോയിൻറ്റ്സ് ഇതിനോടുകൂടെ ആഡ് ചെയ്യാം. പ്രധാനമായിട്ടും ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിൻറ്റ്സ് ആണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിൻറ്റ്, കൺക്ലൂഷൻസ് എന്ന് പറയപ്പെടുന്ന സബ് ഹെഡിങ്ങിൻ്റെ തൊട്ട് താഴെയുള്ള ഫസ്റ്റ് പോയിൻറ്റ്, എർത്ത് ക്വക്സ് ആർ കമ്പാരിറ്റീവ്ലി ഫ്രീക്വൻറ്റ് ഇൻ സെർട്ടൻ പാർട്ട് ഓഫ് ദി എർത്ത്. ഭൂമിയിൽ ചില പ്രത്യേക പ്രദേശങ്ങളിലായിക്കൊണ്ട് തന്നെ ഭൂകമ്പങ്ങൾ താരതമ്യേന കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ ഫിഗേഴ്സ്, ഈ മാപ്സ് നമ്മൾ ഒബ്സർവ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റ് നോക്കൂ നിങ്ങൾ, വോൾക്കാനിയോസ് ആർ മോർ കോമൺ ഇൻ സെർട്ടൻ സ്പെസിഫിക് പ്ലേസസ്. വോൾക്കാനിയോ ഉണ്ടാവുന്നത്, വോൾക്കാനിയോ എന്ന് പറയുന്നത് എന്താണ്? അഗ്നിപർവ്വതങ്ങൾ അല്ലേ. ഭൂമിയുടെ വിള്ളലിലൂടെ മുകളിലോട്ട് ലാവ പൊങ്ങി വരുന്ന ആ ഒരു ഫെനോമീനിയാണ്, പ്രതിഭാസത്തെയാണ് നമ്മൾ വോൾക്കാനിയോസ് എന്ന് പറയപ്പെടുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാനമായിട്ട് പഠിക്കാം. ചില പ്രത്യേക പ്രദേശങ്ങളിൽ അഗ്നിപർവ്വതങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നതാണ് സെക്കൻഡ് പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തേർഡ് പോയിന്റ്, ദർ ആർ സം പെക്യുലാരിറ്റീസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൗണ്ടെയിൻ. പർവ്വതങ്ങളുടെ വിന്യാസത്തിലാണെങ്കിലും ചില പ്രത്യേകതകളുണ്ട്. എന്താ പർവ്വതങ്ങളുടെ വിന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പർവ്വതങ്ങളുടെ ക്രമീകരണങ്ങൾ അല്ലേ. പർവ്വതങ്ങൾ എന്നും അന്നും ഇന്നും ഒരുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ആണി അടിച്ച പോലെ, ഭൂമിയിലേക്ക് ഒരു ആണി അടിച്ച പോലെ ഇങ്ങനെ കുത്തനെയായിട്ട് അല്ലേ, നല്ല ഉയരമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കുറേ വിന്യാസത്തിലും ഈ പർവ്വതങ്ങളുടെ സ്ഥാനങ്ങളിലൊക്കെ ചില പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതായത് എല്ലായിടത്തും നമുക്ക് പർവ്വതങ്ങൾ കണ്ടെത്താൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലാണ് നമുക്ക് പർവ്വതങ്ങൾ കാണാൻ പറ്റുന്നത്. അതിലൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിൻ്റ്,
Earthquake zones and distribution of mountain on the Earth's surface more or less coincide. അതായത് ഭൂമുഖത്ത് ഭൂകമ്പ കേന്ദ്ര മേഖലകളും പർവ്വതങ്ങളും വിന്യാസവും ഏറെക്കുറെ ഒത്തുവരുന്നുണ്ട്. ഏറെക്കുറെയൊക്കെ ഏകദേശം ഒരേ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇത്തരം കൺക്ലൂഷൻസിലാണ് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നത്. ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് എഴുതാം, കുഴപ്പമില്ല. ഏതായാലും ഇത്തരം പോയിൻറ്റ്സ് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വെക്കാം. ഓക്കെ. ശേഷം ദി മാപ്പ് യു പ്രിപ്പയർ വിൽ ബി സം വാർഡ് ലൈക്ക് ദി ഫോളോയിങ് ഫിഗർ 2.5. 2.5 എന്ന് പറയപ്പെടുന്ന ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പ്രധാന ഭൂകമ്പ മേഖലകൾ, അഗ്നിപർവ്വതങ്ങൾ, പർവ്വതനിരകൾ എന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു സ്ഥലങ്ങളാണ്. ഭൂപടത്തിൻ്റെ ഇൻഡിക്കേറ്റ് ബോക്സുകളിൽ നിന്ന് സിമ്പിൾസ് ആൻഡ് കളേഴ്സ് ഉണ്ട്. ഇത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങൾ അതല്ലെങ്കിൽ ഓരോ ഫെനോമിനിയാസ് ഉണ്ടാവുന്ന സ്ഥലങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും. യു നോ ദാറ്റ് ദി ക്രസ്റ്റ്. എന്താണ് ക്രസ്റ്റ് എന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രസ്റ്റ് എന്ന് പറയുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഒരു എർത്തിനെ കുറിച്ചുള്ള എർത്ത് ഇൻറ്റീരിയറിനെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ പുറം പാളിയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. അങ്ങനെ വിച്ച് ഈസ് ദി ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് ഈസ് സോളിഡ്. ഭൂമിയുടെ പുറം പാളിയായ ഭൂവൽക്കം എന്ന് പറയും. ക്രസ്റ്റ് ഖരരൂപത്തിൽ സോളിഡായിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. You have also learned that the crust, together with the upper part of the mantle, is known as the lithosphere. ഭൂവൽക്കവും അതുപോലെ തന്നെ മാൻറ്റിലൊക്കെ മുകൾ ഭാഗമൊക്കെ ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ശിലാമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിത്തോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. The lithosphere exists as several fragments just like the broken shell of an egg. പൊട്ടിയ മുട്ടയുടെ പുറന്തോട് പോലെ പല കഷ്ണങ്ങളായിട്ടാണ് ശിലാമണ്ഡലം നമുക്ക് കാണപ്പെടുന്നത്. അതായത് ലിത്തോസ്ഫിയർ നമുക്ക് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ഇവിടെ വാട്ട് ഈസ് ദി ലിത്തോസ്ഫെറിക് എന്ന് പറയപ്പെടുന്ന ഒരു പോയിന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അവിടെ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി ലിത്തോസ്ഫിയർ എന്ന് പറയപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ മേക്ക് ചെയ്യാം. Answer is the crust together with the upper part of the mantle is known as the lithosphere. അപ്പർ പാർട്ടിലെ ഭാഗത്തിനെയാണ് അപ്പർ പാർട്ടിലെ മാൻറ്റിലും അപ്പോൾ ക്രസ്റ്റും കൂടി ചേർന്ന ഈ ഭാഗത്തിനെയാണ് ലിത്തോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് നമുക്ക് എഴുതി വെക്കേണ്ട ഒരു പോയിൻ്റാണ്. നെക്സ്റ്റ്, ദി ലിത്തോസ്ഫിയർ എക്സിസ്റ്റ് ആസ് സെവർ ഫ്രാഗ്മെൻറ്റ് ജസ്റ്റ് ലൈക്ക് ദി ബ്രോക്കൺ ഷെൽ ഓഫ് ആൻ എഗ്. പൊട്ടിയ മുട്ടയുടെ പുറന്തോട് പോലെ പല കഷ്ണങ്ങളായാണ് നമ്മളെ ലിത്തോസ്ഫിയറിനെ കാണപ്പെടുന്നത്. കമ്പയർഡ് ടു ദി തിക്നെസ് ഓഫ് ദി പോർഷൻ ഫ്രം ദി ക്രസ്റ്റ് ടു ദി ഇന്നർ കോർ, ദി ലിത്തോസ്ഫിയർ ഈസ് വെരി തിൻ. ഭൂവൽക്കം അതായത് ക്രസ്റ്റ് മുതൽ ഇന്നർ കോർ വരെയുള്ള ആ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള തിക്കാണ്, അതായത് കനമുള്ള ഒരു പ്രദേശമായിട്ട് തിക്കായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ശിലാമണ്ഡലത്തിൻ്റെ കനം അതായത് ലിത്തോസ്ഫിയറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്, കുറവാണ് എന്നുള്ളതാണ്. ദിസ് പോർഷൻ ഓഫ് ദി ലിത്തോസ്ഫിയർ വിച്ച് ആർ സെവർ 1000 kilometers wide and roughly 100 kilometers thick are called lithospheric plate. ഇവിടെ നിങ്ങൾ വാട്ട് ഈസ് ദി ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നോട്ടിലേക്ക് എഴുതി വെക്കേണ്ടതാണ്. അനേകായിരം കിലോമീറ്ററുകൾ വിസ്തൃതിയിലും പരമാവധി 100 കിലോമീറ്റർ കനമുള്ള ശിലാമണ്ഡലങ്ങളെ അതായത് ലിത്തോസ്ഫിയറിനെയാണ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശേഷം വലുതും ചെറുതുമായിട്ടുള്ള ഫലകങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് സമുദ്ര ഭാഗത്തും ലാൻഡ് ഏരിയ കോണ്ടിനെൻ്റ് ആയിട്ടുള്ള ഭാഗത്തും നമ്മൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വെദർ ബിഗ് ഓർ സ്മാൾ ഏജ് പ്ലേറ്റ് കോണ്ടിനെൻറ്റ് contains ocean as well as continental areas. Whether major and minor plates, നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് പറയുന്നത്. ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സിനെ ക്ലാസിഫൈഡ് ചെയ്തിരിക്കുകയാണ്, ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ്? മേജർ ഓർ മൈനർ, മേജർ പ്ലേറ്റും അതുപോലെ തന്നെ മൈനർ പ്ലേറ്റുമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 7th ഐറ്റം പ്ലേറ്റ്സ് നെയിം നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത് തീർക്കാം. നിങ്ങളടുത്ത് ഈ ഒരു 7th ഐറ്റം പ്ലേറ്റ് നെയിം ഒബ്സർവ് ചെയ്തുകൊണ്ട് ഫിഗർ 2.6 ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു ഫിഗർ ഒബ്സർവ് ചെയ്തുകൊണ്ട് 7th
ഐറ്റം പ്ലേറ്റ്സുകളെ റൈറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഓൾറെഡി അവിടെ ഒന്ന് തന്നിട്ടുണ്ട്, പസഫിക് പ്ലേറ്റ് ആണ്. അതിനുശേഷമുള്ള 6th പ്ലേറ്റ്സ് നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. ഓരോന്നായിട്ട് എഴുതി വെക്കാം. നമുക്ക് ഈ ആക്ടിവിറ്റി പൂർത്തീകരിക്കുമ്പോൾ ഫസ്റ്റായിട്ട് പസഫിക് പ്ലേറ്റ്, ഓസ്ട്രേലിയൻ പ്ലേറ്റ്, അതുപോലെ നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, അന്റാർട്ടിക് പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ് ആൻഡ് ആഫ്രിക്കൻ പ്ലേറ്റ്, ഇത്തരം 7th മേജർ പ്ലേറ്റ്സിനെ നമ്മൾ പരിചയപ്പെടാൻ കഴിയുന്നു. ഓക്കെ, ഈ ഒരു ഭാഗത്ത് അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് now different lithospheric plates. This can be classified into major and minor plates based on size. സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 പ്ലേറ്റ്സുകളായിട്ട് ക്ലാസിഫൈഡ് ചെയ്തിരിക്കുകയാണ്, മേജർ പ്ലേറ്റ് ആൻഡ് മൈനർ പ്ലേറ്റ്. ഓക്കെ, ഈ ഒരു ഭാഗം നിങ്ങൾ എഴുതി വെക്കണം. ദിസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മേജർ പ്ലേറ്റ് ആൻഡ് മൈനർ പ്ലേറ്റ്സ് ബേസ്ഡ് ഓൺ സൈസ് എന്നുള്ള പോയിന്റ് എഴുതിയിട്ട് ഫിലിപ്പൈൻ, കോക്കോസ്, നാസ്ക, കരീബിയൻ, സ്കോഷ്യ, അറേബ്യൻ etc. are minor plates. There are 7 major plates. Of this, the Pacific plate is the largest. ഇതിൽ ഏറ്റവും 7th പ്ലേറ്റ്സ് നമ്മൾ നെയിം എഴുതിയിട്ടുണ്ട്. ആ ഒരു മാപ്പ് 2.6 ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു ഫിഗർ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ 7th മേജർ പ്ലേറ്റ് നെയിംസ് നമ്മൾ എഴുതി. അതിൽ ഏറ്റവും മേജറായിട്ട് ഏറ്റവും ലാർജായിട്ടുള്ള ഒരു പ്ലേറ്റാണ് പസഫിക് പ്ലേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, പസഫിക് പ്ലേറ്റ് ഇൻവോൾവ് ഓഷ്യനിക് പ്ലേറ്റ് അലോങ്. വലിയ ഫലകങ്ങൾ 7 ഇതിൽ പസഫിക് ഫലകമാണ് ഏറ്റവും വലുത്. അടുത്തതായിട്ട് പ്ലേറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയപ്പെടുന്ന ഭാഗമാണ് പ്ലേറ്റ് മൂവ്. ദി ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് ആർ സിറ്റുവേറ്റഡ് എബവ് ദി asthenosphere, which is in a semi-plastic state. Magma, which is a part of the mantle, remain molten due to the high temperature at the Earth's interior and endogenous continuous convection. This causes the movement of lithospheric plates. ഇവിടെ ഭൂമിയുടെ ഉൾഭാഗത്തുള്ള ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ തന്നെ പഠിച്ചത് ഓർക്കുന്നു. 5000 സെൽഷ്യസ് എത്രയും ചൂടാണ്, അതല്ലെങ്കിൽ ടെമ്പറേച്ചറാണ് നമുക്ക് എക്സ്പീരിയൻസ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഭാഗികമായിട്ട് ദ്രാവക അവസ്ഥയിലായിട്ടുള്ള ഒരു അസ്തനോസ്ഫിയറിന് മുകളിലാണ് ശിലാമണ്ഡലം, അതായത് ലിത്തോസ്ഫിയർ എന്ന് പറയപ്പെടുന്ന ഈ ഒരു ഭാഗം കാണപ്പെടുന്നത്. ഭൂമിക്കുള്ളിലെ ഭൂമിക്കുള്ളിലെ വളരെയധികമായിട്ടുള്ള താപത്താൽ ഉരുകിയ മാന്റിലിൻ്റെ ഭാഗമായ മാഗ്മ നിരന്തരം സംവഹനത്തിൻ്റെ, അതായത് കൺവെൻഷൻ്റെ ഭാഗമായിട്ട് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ അങ്ങനെ എർത്തിൻ്റെ ഇൻറ്റീരിയൽ പാർട്ടിൽ നല്ല രീതിയിലെ ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നല്ല ചൂടായിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ആവുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ കല്ലും, അതായത് ഭൂമിയുടെ ഉള്ളിലെ മണ്ണും കല്ലും എല്ലാം കൂടി ചേർന്ന് അതൊരു ലാവ മോഡലായിട്ട് അത് മുകളിലോട്ട് എർത്തിൻ്റെ വിടവിലൂടെ മുകളിലേക്ക് പൊങ്ങി വരുന്ന ഒരു പ്രതിഭാസം നമുക്കറിയാം, വോൾക്കാനോ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു പ്രോസസ്സിങ് അതല്ലെങ്കിൽ ആ ഒരു ഫെനോമിനിയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ദി പ്ലേറ്റ് മൂവ് അറ്റ് സ്പീഡ് ടു 2 centimeters to 12 centimeters a year. അതായത് ഒരു വർഷത്തിൽ ശരാശരി 2 മുതൽ 12 സെൻറ്റിമീറ്റർ വരെയാണ് വേഗത്തിൽ ഫലകങ്ങൾ ചലിക്കുന്നത്, മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണപ്പെടുന്നത്. The speed of this movement has not always been uniform. എല്ലായിടത്തും ഫലകങ്ങളുടെ ചലന വേഗം എല്ലാ കാലത്തും ഒരുപോലെ അല്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, studies indicate that the speed of the plate movement was up to 30 centimeters a year about 580 million years ago. 580 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചലനവേഗം, അതായത് ഈ പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വർഷത്തിൽ 30 സെൻറ്റിമീറ്റർ വരെ ഉണ്ടായിരുന്നു എന്നാണ് പഠനങ്ങൾ നമുക്ക് സൂചിപ്പിച്ച് തരുന്നത്. ഓക്കെ, അങ്ങനെ ഫിഗർ 2.7 ആണ് നമുക്ക് സ്ക്രീനിൽ കാണുന്നത്. ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇത് നിങ്ങളുടെ നോട്ടിലേക്ക് വരച്ചിരിക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഭാഗങ്ങളെ നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഈ ചിത്രത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ നമുക്കറിയാം കൺവെക്ഷൻ കറൻറ്റ്, അല്ലേ? സംവഹന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാഗ്മ റൈസസ് ത്രൂ ദി ഫിഷറസ്,
എർത്തിൻ്റെ ഫിഷേഴ്സിലൂടെ, അതായത് ആ ഒരു വിടവിലൂടെ മാഗ്മ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അല്ലേ, ഈ രൂപത്തിൽ. അങ്ങനെ മാഗ്മ പുറത്തേക്ക് വന്നിട്ട് ന്യൂ ഓഷൻ ഫ്ലോർ, അങ്ങനെ പുതിയ ഒരു കടൽ തറ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് ഓഷൻ അവിടെ കാണുന്നുണ്ട് അല്ലേ, ഓഷൻ്റെ ആ ഒരു പോർഷൻ കാണുന്നുണ്ട്. ഓഷൻ്റെ മുകളിലായിട്ട് നിമഞ്ജന മേഖല എന്ന് പറയുന്നത് സബ്ഡക്ഷൻ സോൺസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സബ്ഡക്ഷൻ സോൺസ്. ഈ രണ്ട് സോൺസുകളും രണ്ട് സൈഡിലായിട്ട് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഈ ഒരു ചിത്രത്തിൽ നിന്ന് എന്താണ് സബ്ഡക്ഷൻ സോൺ എന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിനുശേഷം ഇപ്പുറത്തും താഴെയുമുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് സബ്ഡക്ഷൻ സോൺ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സ്ഥലങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സബ്ഡക്ഷൻ സോൺ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ഒരു ഭാഗത്ത് നമുക്ക് പറയാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയപ്പെടുന്ന ഒരു പോർഷൻ ഇവിടെ കാണുന്നുണ്ട്. അധിക നോളജിനും വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. ഇവിടെ വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്നാണ് ഈ ഒരു ഹെഡിങ്ങിൽ പറയുന്നത്. 1912 ആൽഫ്രഡ് വെഗ്നർ എന്ന ജർമ്മൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം വൻകര വിസ്ഥാപനത്തിലൂടെ, അതായത് ദി കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയപ്പെടുന്ന സിദ്ധാന്തത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴുള്ള എല്ലാ വൻകരകളും ഓരോ കോണ്ടിനെൻസുകൾ ചേർന്നുകൊണ്ട് പാഞ്ചിയ എന്ന ബൃഹത്തായിട്ടുള്ള ഒരു കോണ്ടിനെൻറ്റും അതിനെ ചുറ്റിപ്പറ്റി പന്തലാസ എന്ന മഹാസമുദ്രവും നിലനിന്നിരുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. പിന്നീട് വൻകരകൾ ഉൾക്കൊള്ളുന്ന, അതായത് കോണ്ടിനെൻസ് ഉൾക്കൊള്ളുന്ന ഭാഗം ഓഷ്യൻ തട്ടിലായിട്ട്, സമുദ്രത്തിന് മുകളിലൂടെ ആയിട്ട് പതുക്കെ തെന്നിമാറി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് കൊണ്ട് ഇപ്പോഴുള്ള വൻകരകൾ, ഇപ്പോഴുള്ള കോണ്ടിനെൻസ്, ഏഷ്യ കോണ്ടിനെൻറ്റ്, ആഫ്രിക്ക കോണ്ടിനെൻറ്റ് തുടങ്ങിയുള്ള ഈ കോണ്ടിനെൻസുകളൊക്കെ ഫോം ചെയ്തത് എന്നാണ്, രൂപം കൊണ്ടതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. 500 ദശലക്ഷം വർഷങ്ങൾ ഇടവേളകളിൽ ഭൂമിയിലെ എല്ലാ വൻകരകളും പലപ്പോഴും കൂടിച്ചേർന്നുണ്ടെന്നാണ് ചില സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അവസാനമായിട്ട് പാഞ്ചിയ രൂപം കൊണ്ടത് 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണത്ര എന്നാണ് വിശ്വസിക്കുന്നത്. വീണ്ടും ഒരു ബൃഹത്ത് വൻകരയ്ക്കായിട്ട് ഇനിയും 300 ദശലക്ഷം വർഷങ്ങൾ വേണ്ടിവരും എന്നും കൂടെ ഇവിടെ പറയപ്പെടുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇനി ഡിസ്കഷൻ നടത്താനുള്ളത് നമുക്ക് ഓരോ പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ ഓരോ പ്ലേറ്റ് മൂവ് എന്ന് പറയപ്പെടുന്ന ആ ഒരു സബ് ഹെഡിങ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ഫിഗർ നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിലേക്ക് എഴുതി വെക്കുക. ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഫിഗറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് ലുക്ക് അറ്റ് ദി ഫോളോയിങ് ഡയഗ്രാം ഫിഗർ 2.8 ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഡൈവർജൻറ്റ് മാർജിൻ, സെക്കൻഡ് കൺവെർജൻറ്റ് മാർജിൻ ആൻഡ് തേർഡ് വൺ ട്രാൻസ്ഫോം മാർജിൻസ് എന്നുള്ളതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള വിശദീകരിക്കാനുള്ളത്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഡൈവർജൻറ്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗറിന് കാണുന്ന പോലെ തന്നെ രണ്ട് ആരോ മാർക്കുകൾ ശ്രദ്ധിക്കുക. പ്ലേറ്റുകൾ രണ്ട് സ്ഥലങ്ങളിലേക്കായിട്ട് തെന്നി പോകുന്നതായിട്ടാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് അല്ലേ. ഡൈവർജൻ്റ് ആവാണ്, ആ ഒരു പേരിൽ തന്നെ അതിൻ്റെ മീനിങ് കിടപ്പുണ്ട്. ഡൈവർജൻറ്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്സ് മൂവ് എപ്പാർട്ട് ഫ്രം ഈച്ച് അതേഴ്സ്, അത് ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുന്നതാണ് ഡൈവർജൻറ്റ് മാർജിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെക്കൻഡ് വൺ കൺവെർജൻറ്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംയോജിത സീമ എന്ന് പറയും മലയാളത്തിൽ. പ്ലേറ്റ്സ് മൂവ് ടുവാർഡ്സ് ഈച്ച് അതേഴ്സ്, ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്നതായിട്ടാണ് നമുക്ക് എക്സ്പീരിയൻസ് ആവുന്നത്. ആ ആരോ മാർക്കുകൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. സി എന്ന് പറയപ്പെടുന്ന ഫിഗർ ട്രാൻസ്ഫോം മാർജിനാണ്. പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ, രണ്ട് ഫലകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസി നീങ്ങുന്നത് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരോ മാർക്കുകൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഡൈവേഴ്സ് ലാൻഡ് ഫോംസ് ആർ ക്രിയേറ്റഡ് അലോങ് പ്ലേറ്റ് മാർജിൻസ് ബൈ ദി മൂവ്മെൻറ്റ് ഓഫ് പ്ലേറ്റ്. അതായത് ഇവിടെ ഫലകങ്ങളുടെ ഫലമായിട്ട് ഫലക അതിരുകളിൽ വിവിധ രൂപങ്ങളായിട്ടുള്ള ഭൂരൂപങ്ങൾ, ലാൻഡ് ഫോംസ് ഉണ്ടാവുന്നുണ്ട്. ആ ലാൻഡ് ഫോംസിന് ഉള്ള ഒരു ഫിഗറാണ് എ എന്ന് പറയപ്പെടുന്ന കോളത്തിലും ബി എന്ന് പറയപ്പെടുന്ന കോളത്തിലും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. കൺവെർജൻറ്റ് മാർജിനാണ് എ കൊടുത്തിട്ടുള്ളത്, രണ്ടാമതായിട്ട് ബി കൊടുത്തിട്ടുള്ളത് ഡൈവർജൻറ്റ് മാർജിനാണ്. കൺവെർജൻറ്റ് മാർജിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എയിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എന്നാൽ ഡൈവർജൻറ്റ് മാർജിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സെക്കൻഡ് കോളത്തിൽ, ബി കോളത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒബ്സർവ് ചെയ്യാം.
അടുത്തതായിട്ട് നമുക്ക് പറയുന്നത് കൺവെർജൻറ്റ് മാർജിനാണ്. കൺവെർജൻറ്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫിഗർ ഒബ്സർവ് ചെയ്യുക. ഫിഗർ 2.8 ബി എന്ന് പറയപ്പെടുന്ന ഫിഗർ ഒബ്സർവ് ചെയ്യുക. കൺവെർജൻറ്റ് മാർജിൻ പ്ലേറ്റ് മൂവ് ടുവാർഡ്സ് ഈച്ച് അതേഴ്സ്, അതായത് രണ്ട് സൈഡിൽ നിന്നും രണ്ട് പ്ലേറ്റ്സുകൾ കൂടിച്ചേരുന്നതാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. ഇവിടെ ഫോൾഡ് മൗണ്ടെയ്ൻസ് ആർ ഫോംഡ് അലോങ് ദി കൺവെർജൻറ്റ് മാർജിൻ. കൺവെർജൻറ്റ് മാർജിൻ കൊണ്ട് ഫോം ചെയ്യുന്നത് ഫോൾഡ് മൗണ്ടെയ്ൻസ് ആണ്, അതായത് മടക്ക് പർവ്വതങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ദി ഹിമാലയ ഈസ് എ ഫോൾഡ് മൗണ്ടെയ്ൻ റേഞ്ച് ഫോംഡ് ബിറ്റ്വീൻ ദി ഇന്ത്യൻ പ്ലേറ്റ് ആൻഡ് യുറേഷ്യൻ പ്ലേറ്റ്. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും കൂടിച്ചേർന്നുകൊണ്ട് രൂപം കൊണ്ട ഒരു മൗണ്ടെയിനാണ് ഫോർ എക്സാമ്പിളായിട്ട് ഹിമാലയ മൗണ്ടെയിൻ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ബ്ലൂ കോളത്തിലൊരു ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ട്. ഫോൾഡ് മൗണ്ടെയിൻസ് എന്നുള്ളതാണ്. ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, മടക്ക് പർവ്വതങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കൺവെർജൻറ്റ് മാർജിൻ കൊണ്ട് ലിത്തോസ്ഫിയറിലെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക്, അതായത് ഫോൾഡിങ്സ് സംഭവിക്കുന്നു. അല്ലെങ്കിൽ ശിലാപാളികൾക്ക് ഫോൾഡിങ്സ്, മടക്കുകൾ സംഭവിക്കുന്നു. ഇത് കാരണം രൂപം കൊള്ളുന്ന, ഇതിലൂടെ ഫോം ചെയ്യുന്ന മൗണ്ടെയ്ൻസ് നിരകളാണ് ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് ഹിമാലയം, ആൽപ്സ്, ആൻഡീസ്, അറ്റ്ലസ് എന്നിവയൊക്കെ ഫോൾഡ് മൗണ്ടെയ്ൻസിൻ്റെ എക്സാമ്പിളുകളാണ്. If there is any difference in density between the plates along a convergent margin, the denser plate will submerge under the lighter one. These zones are called subduction zone. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സബ്ഡക്ഷൻ സോൺസ് എന്നുള്ളതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. There is any difference in density between the plates along a convergent margin. കൺവെർജൻറ്റ് മാർജിൻ കാരണം ഇവിടെ സംഭവിക്കുന്നത് സാന്ദ്രത വ്യത്യാസമുണ്ടാകും. സാന്ദ്രത വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റിയിൽ, ചില പ്ലേറ്റിൻ്റെ വെയ്റ്റിൽ അല്ലെങ്കിൽ ഡെൻസിറ്റി, അതിൻ്റെ ഭാരത്തിൻ്റെ ഡിഫറൻസസ് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഡെൻസിറ്റി കാണുന്ന ഈ ഒരു ഡിഫറൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഡെൻസർ പ്ലേറ്റ്, നല്ല തിങ്ങിയ അതല്ലെങ്കിൽ നല്ല സാന്ദ്രത ഉള്ള ഈ ഒരു പ്ലേറ്റ് വിൽ സബ്മേർജ് അണ്ടർ ദി ലൈറ്റർ വൺ. ഡെൻസിറ്റി കുറഞ്ഞ പ്ലേറ്റിൻ്റെ താഴത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. കൺവെർജൻറ്റ് മാർജിൻ കൊണ്ട് ഫലകങ്ങൾ തമ്മിൽ സാന്ദ്രത വ്യത്യാസമുണ്ടെങ്കിൽ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിൻ്റെ അടിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വെയിറ്റ് കാരണം രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ ഫലകം വെയിറ്റ് ഉള്ളത് താഴത്തോക്കും വെയിറ്റ് ഇല്ലാത്തത് മുകളിലേക്കും വരികയാണ് ചെയ്യുന്നത്. ഈ മേഖലകളെ നമ്മൾ സബ്ഡക്ഷൻ സോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതാണ് ദിസ് സോൺസ് ആർ കോൾഡ് സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നോട്ടിലേക്ക് നിങ്ങൾ എഴുതി വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദി സബ്ഡക്ഷൻ സോൺ എന്ന് എഴുതിയിട്ട് ആൻസർ ചെയ്താം. ഇഫ് ദർ ഈസ് എനി ഡിഫറൻറ്റ് ഇൻ ഡെൻസിറ്റി അപ് ടു ദ സോൺസ് ആർ കോൾഡ് സബ്ഡക്ഷൻ സോൺ. അതുവരെ നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതി വെക്കാം. ശേഷം ഓഷ്യൻ ട്രെച്ചസ് ആർ ഡെവലപ്പ് ഇൻ സബ്ഡക്ഷൻ സോൺ. ദ ചലഞ്ചർ ഡീപ്പ് ഇൻ ദി പസഫിക് ഓഷ്യൻ ഈസ് ആൻ എക്സാമ്പിൾ എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഈ രൂപത്തിൽ സമുദ്രങ്ങളിലും ഇത്തരം സബ്ഡക്ഷൻ സോൺസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതിൽ അങ്ങനെ രൂപപ്പെട്ടതാണ് പസഫിക് ഓഷ്യനിലെ ചലഞ്ചർ ഡീപ്പ് എന്ന് പറയപ്പെടുന്നത്. ചലഞ്ചർ ഗർത്തം ഇതിനൊരു ഉദാഹരണമാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സബ്ഡക്ഷൻ സോൺ എന്ന് എഴുതാം. എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ ഈ ഒരു ചലഞ്ചർ ഡീപ്പ് എന്ന് പറയപ്പെടുന്ന ഒരു പോയിൻറ്റും കൂടെ ഉൾപ്പെടുത്താം. അടുത്തായിട്ട് ഡൈവർജൻറ്റ് മാർജിൻസ് ആണ്. അവിടെ ഒബ്സർവ് ദി ഡയഗ്രാം ഫിഗർ 2.9b ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ആൻഡ് ഐഡൻറ്റിഫൈ ദി ടൈപ്പ് ഓഫ് പ്ലേറ്റ് മാർജിൻ ബിറ്റ്വീൻ ദി ആഫ്രിക്കൻ പ്ലേറ്റ് ആൻഡ് സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്. ആഫ്രിക്കൻ പ്ലേറ്റും സൗത്ത് അമേരിക്കൻ പ്ലേറ്റും കൂടിച്ചേർന്നുകൊണ്ട് ഉണ്ടായ 14,000 കിലോമീറ്റർ ലോങ് നോർത്ത് സൗത്ത് ഓറിയൻറ്റഡ് മൗണ്ടെയിൻ റേഞ്ച് ഹാസ് ബീൻ ഫോംഡ് ഇൻ ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ തെക്ക് വടക്കായിട്ട് അതുകൊണ്ട് പറയുന്നുണ്ട് നോർത്ത് സൗത്ത് ആയിക്കൊണ്ട് ദിശയിൽ ഒരു പർവ്വതനിര രൂപം കൊണ്ടിട്ടുണ്ട്. ഇതാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ദിസ് മൗണ്ടെയിൻ റേഞ്ച് നോൺ ആസ് മിഡ് അറ്റ്ലാന്റിക് റെയിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹാസ് ബീൻ ഫോംഡ് ആസ് റിസൾട്ട് ഓഫ് ദി ഡൈവേർജ് ഓഫ് ദി അബോവ് മെൻഷൻഡ് പ്ലേറ്റ്സ്. അതായത്
മുകളിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള മധ്യ അറ്റ്ലാന്റിക് പർവ്വത ഉണ്ടാവാൻ വേണ്ടി മേൽ പറഞ്ഞ 2 ഫലകങ്ങളുടെ വിയോജകത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത്. അതായത് ഏതൊക്കെ ഫലകങ്ങളാണ് എന്ന് പറഞ്ഞു, നമ്മൾ ആഫ്രിക്കൻ പ്ലേറ്റ് ആൻഡ് സൗത്ത് അമേരിക്കൻ പ്ലേറ്റിൻ്റെ ഭാഗമായിട്ട് രണ്ടും കൂടെ 2 സൈഡിലോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് മിഡ് അറ്റ്ലാന്റിക് റേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. മാഗ്മ കെയിംസ് ഔട്ട് through the gap formed due to the divergence of plates and solidifies to form mountains. These mountains are generally known as mid-Atlantic mountain. ഇവിടെ ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുന്നതുകൊണ്ട്, പ്ലേറ്റ്സുകൾ പരസ്പരം ഡൈവേർജൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലങ്ങളിലായിട്ട് ചെറിയൊരു വിടവ്, ഫിഷർ ഉണ്ടാവുന്നു. എർത്തിന് ചെറിയൊരു വിടവ് ഉണ്ടാവുകയും അങ്ങനെ ആ വിടവിലൂടെ മാഗ്മ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ ആ മാഗ്മ പുറത്തേക്ക് വന്ന് അത് തണുത്തുറഞ്ഞുകൊണ്ട് സോളിഡ് ആയിക്കൊണ്ട് പർവ്വത രൂപങ്ങളായിട്ട് മൗണ്ടെയ്ൻസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരം മൗണ്ടെയ്ൻസുകളെ ജനറലി പൊതുവെ മിഡ് അറ്റ്ലാന്റിക് മൗണ്ടെയ്ൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദി മിഡ് അറ്റ്ലാന്റിക് മൗണ്ടെയ്ൻ എന്ന് നിങ്ങൾ എഴുതിയിട്ട് മാഗ്മ കെയിംസ് അവിടെ മുതൽ ഔട്ട് ഓഫ് ദി ഗ്യാപ്പ് എന്ന ആ ഒരു ഭാഗം മുതൽ ജനറലി നോൺ ആസ് മിഡ് അറ്റ്ലാന്റിക് മൗണ്ടെയ്ൻ എന്ന് പറയപ്പെടുന്ന ആ ഭാഗം വരെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇവിടെ ഒരു ബ്ലൂ കോളത്തിലൊരു ബോക്സ് കാണാം. സീ ഫ്ലോർ സ്പ്രെഡിങ് ആൻഡ് ഏജ് ഓഫ് ദി റോക്സ് എന്ന് പറയപ്പെടുന്നത് സമുദ്ര തടവ്യാപനവും ശിലകളുടെ പ്രായവും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗമാണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് എൻ്റെ മലയാളം പറഞ്ഞുതരാം. വിയോജന സീമകളിലൂടെ ഉപരിതലത്തിലെത്തുന്ന മാഗ്മ ഫലക അതിരുകളിൽ തണുത്തുറയുന്നതിൻ്റെ ഫലമായിട്ട് പുതിയ കടൽത്തറകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ പ്രതിഭാസത്തെയാണ് സമുദ്ര തട വ്യാപനം, അതായത് സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ലോകത്ത് 200 ദശലക്ഷം വർഷത്തിനു മേൽ പഴക്കമുള്ള കടൽത്തറകൾ ഇല്ലാത്തത് ഇതിനാലാണ്. എന്നാൽ ലോകത്തിലെ വൻകരകളിലെ ശിലകളിൽ മിക്കതും 2000 ദശലക്ഷ വർഷങ്ങൾക്കു മേൽ പ്രായമുള്ളവയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് സബ് ഹെഡിങ് ട്രാൻസ്ഫോം മാർജിൻസ്. നമുക്കൊരു ഫിഗർ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ട്രാൻസ്ഫർ ചെയ്യാണ്, ഒരസി നീങ്ങാണ് ചെയ്യുന്നത്. ഈ ഒരസി നീങ്ങുന്ന സ്ഥലങ്ങളിൽ ഭൂമിക്ക് വിള്ളലുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ലാൻഡ് ഫോംസ് ആർ നോട്ട് ജനറലി ക്രിയേറ്റഡ് എലോങ് ദി മാർജിൻ വേർ ദി പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ, ബട്ട് സച്ച് മാർജിൻസ് ആർ ഫോൾട്ട് സോൺ. ദി സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് സോൺ ഇൻ നോർത്ത് ഈസ് ആൻ എക്സാമ്പിൾ. ഫിഗർ പ്ലീസ് ഒബ്സർവ് നൗ ഫിഗർ 2.9c. ട്രാൻസ്ഫോം മാർജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. പരസ്പരം ഉരസി നീങ്ങുന്ന ഈ ഒരു സമയത്ത് അതിൻ്റെ അരുക്കുകളിലായിട്ട്, അതായത് അതിൻ്റെ സൈഡുകളിലായിട്ട് പൊതുവെ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടാറില്ല. പുതുതായിട്ടുള്ളൊരു ലാൻഡ് ഫോംസ് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇത്തരം മാർജിൻസ് കൊണ്ട് ഭ്രംശമേഖലകൾ, അതായത് ഫോൾട്ട് സോൺസ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. വടക്കേ അമേരിക്കയിലെ അവിടെ പറയുന്നുണ്ട് ദി സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് സോൺ ഇൻ നോർത്ത് അമേരിക്കൻ ഈസ് ആൻ എക്സാമ്പിൾ. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസും ഭ്രംശമേഖലയ്ക്ക് ഉദാഹരണമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ എന്താണ് ഫോൾട്ട് സോൺ എന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ലാൻഡ് ഫോംസ് ആർ നോട്ട് ജനറലി ക്രിയേറ്റഡ് അലോങ് ദി മാർജിൻ ഫോർ ദി പ്ലേറ്റ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ, ബട്ട് സച്ച് മാർജിൻ ആർ ഫോൾട്ട് സോൺ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫോൾട്ട് സോണുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിൾ അവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഫോൾട്ട് സോൺ ആയിട്ട് ഉണ്ടായതാണ് സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് സോൺ ഇൻ നോർത്ത് അമേരിക്ക. ഓക്കെ, എക്സാമ്പിളായിട്ട് അത് എഴുതി വെക്കാം. Next, as these plate margins are weaker than other areas, such margins are generally vulnerable to earthquake, volcanoes and fault. അതായത് ഫലക അതിരുകളിൽ പൊതുവെ എർത്ത് വോൾക്കാനോസ് തുടങ്ങിയിട്ടുള്ള ഫോൾട്ടായിട്ടുള്ള ഇത്തരം പ്രദേശങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് ഫലകാതിരികൾ പൊതുവെ ദുർബലമായതിനാലാണ് ഇത്തരം സ്ഥലങ്ങളിൽ പെട്ടെന്ന് എർത്ത് ക്വൈക്കുകളും അതുപോലെ തന്നെ വോൾക്കാനിയോസും ഫോൾട്ട് സോൺസ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇവിടെ വളരെ വീക്കായിരിക്കും എർത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ പെട്ടെന്ന് വോൾക്കാനിയോസും എർത്ത് ക്വൈക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതായത് വെക്കണമെന്നില്ല, ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ദി മേജർ റിലീഫ് ഫീച്ചർ ഓഫ്
on the Earth's surface, such as the fold mountains, plateaus, and volcanoes, are the result of plate movement. ഇവിടെ ഭൗമ ഉപരിതലത്തിൽ എർത്ത് സർഫേസിലെ വലിയ ഭൂരൂപങ്ങളായിട്ട് വലിയ ലാൻഡ് ഫോംസുകളായിട്ട് ഫോൾഡ് മൗണ്ടെയ്ൻസ്, പ്ലാറ്റോസ്, വോൾക്കാനോസ് എന്നിവ ഫലക ചലനങ്ങളുടെ സംഭാവനയാണ് എന്നുള്ളതാണ്. ഈ ഫലകങ്ങൾ ചലിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇത്തരം കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫലക ചലനങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പ്ലേറ്റ്സുകൾ മൂവ് ചെയ്യുന്നത് കൂടാതെ തന്നെ മറ്റേതെല്ലാം ശക്തികൾ കൊണ്ടാണ് നമുക്ക് ഭൂമുഖത്ത് എർത്ത് സർഫേസിൽ മറ്റുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആവുന്നത് എന്നത് തെളിയിക്കുന്ന എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. എർത്ത് മൂവ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. എൻഡോജീനിക് മൂവ്മെൻറ്റ് ആൻഡ് എക്സോജീനിക് മൂവ്മെൻറ്റ്. എൻഡോജീനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരിക ചലനങ്ങളാണ്, ഭൂമിയുടെ ഉള്ളിലുള്ള ചലനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. എക്സോജീനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ പുറത്തുള്ള ചലനങ്ങളെയാണ്, ബാഹ്യ ചലനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആന്തരികമായിട്ടുള്ള ചലനങ്ങളെയാണ് ഇവിടെ കാണുന്നത്. എൻഡോജീനിക് മൂവ്മെൻറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെ ഡയാസ്ട്രോഫിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ സഡൻ മൂവ്മെൻറ്റും, ഫസ്റ്റായിട്ട് സാവധാനത്തിലുള്ള ചലനവും അതുപോലെ രണ്ടാമതായിട്ട് ദ്രുതഗതിയിൽ അതായത് പെട്ടെന്നുള്ള ചലനവുമായിട്ട് ആണ് ബന്ധപ്പെടുന്നത്. അതിൽ ഒന്നാമത് സാധാരണ ചലനത്തിൻ്റെ ഉദാഹരണമാണ് ഫലക ചലനങ്ങൾ എന്ന് പറയുന്നത്, അതായത് പ്ലേറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ്, സഡൻ മൂവ്മെൻറ്റിൻ്റെ 2 എക്സാമ്പിൾസാണ് വോൾക്കാനോസ് എറപ്ഷനും അതുപോലെ എർത്ത് ക്വയ്ക്കും എന്ന് പറയുന്നത്. അഗ്നിപർവ്വതവും ഭൂകമ്പവും സഡൻ മൂവ്മെൻറ്റ് കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതോടെ കൂടെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. അവസാനമായിട്ട് മോസ്റ്റ് ലാൻഡ് ഫോംസ് ഓൺ ദി എർത്ത് സർഫേസ് ആർ ദി റിസൾട്ട് ഓഫ് സച്ച് എർത്ത് മൂവ്മെൻറ്റ്. ആസ് എ റിസൾട്ട് ഓഫ് ദി എർത്ത് മൂവ്മെൻറ്റ് സം റീജിയൻ ഓൺ ദി എർത്ത് ക്രസ്റ്റ് ആർ either raised or lower. Rising of the crustal portion are called uplift and flowing of the crust are called subsidence. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫലക ചലനങ്ങൾ വളരെ സാവധാനത്തിലാണ്. ഭൗമ ഉപരിതലത്തിലെ ഒട്ടുമിക്ക അതായത് എർത്ത് സർഫേസിലെ ഒട്ടുമിക്ക ഭൂരൂപങ്ങളും ഇത്തരം എർത്ത് മൂവ്മെൻറ്റിൻ്റെ കാരണത്താൽ ഉണ്ടാവുന്നതാണ്. എർത്ത് മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ഭൂവൽക്കത്തിലെ അതായത് ക്രസ്റ്റിലെ ചില പ്രദേശങ്ങൾ ഉയർത്തപ്പെടുകയും അതായത് അപ്ലിഫ്റ്റ് ആവുകയും അതുപോലെ ചില പ്രദേശങ്ങളെ താഴ്ത്തപ്പെടുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ മതി കേട്ടോ. ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് ഇവിടെ ഫിനിഷ് ആവുകയാണ്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എർത്ത് ക്വയ്ക്ക്, സുനാമി, വോൾക്കാനോസ് തുടങ്ങിയിട്ടുള്ള ഇത്തരം പ്രതിഭാസങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.